ഇതുവരെ വിവാഹ കാര്യം നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നു. ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല. ചേട്ടൻ സസ്പെൻഷനിലല്ലേ അച്ഛാ? അതെ, അവന്റെ കേസ് കഴിയാതെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേസിൽ അവനെ ശിക്ഷിച്ച് ജയിലിൽ അയച്ചാലോ? ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. തൂക്കിക്കൊന്നാലോ? അച്ഛാ, ഏതായാലും അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. അതിന് ജയനുമായി ഞാൻ സംസാരിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണടി. നിന്നെ ഇതുവരെ വളർത്താമെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന ആളിന് തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എനിക്ക് കഴിയും. ജയനും നീയുമായുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, ഓ ഇല്ല, ഞാനിത് സമ്മതിക്കില്ല അപ്പച്ചി. എനിക്ക് ജീവനുണ്ടെങ്കിൽ സുരേട്ടനല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. അപ്പച്ചി എന്താ ഒന്നും പറയാത്തത്? എന്റെ ഇപ്പോഴത്തെ സ്ഥിതി മോക്ക് അറിഞ്ഞുകൂടാ. നിന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചി എന്ത് മറുപടി പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ മോളെ? സുഖമില്ലാത്ത ആളല്ലേ. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ല. വേണ്ടി വന്നാൽ ബാക്കിയോടി പറയൂ. ഇല്ല, ഇപ്പൊ ഞാൻ പറയില്ല. മോളെ, അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ, നീ എന്താണ് പറയാൻ ഭാവിച്ചത്? അപ്പച്ചിയാണ് ചോദിക്കുന്നത്. പറയൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് സുരേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ സുരേട്ടനോട് ഒന്നിച്ച് ജീവിക്കും. അച്ഛന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല. അത് ചേട്ടനിരിക്കട്ടെ. പൊന്നു മോളെ, അതുകൊണ്ടുണ്ടാകാവുന്ന ആപത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അപ്പച്ചിക്ക് അറിയാലോ. പറയൂ, ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് അപ്പച്ചിക്ക് ഇഷ്ടമാണോ? പറയൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പച്ചി എന്റെ വിഷമം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ സുരേട്ടന്റെ അടുത്ത് പോവും. അപ്പച്ചി എന്നോട് പിണങ്ങരുത്. എന്റെ മോളെ. മിസ്റ്റർ സുരേഷ് ബാബുവിന്റെ മുറി എവിടെയാണ്? തേർഡ് ഫ്ലോർ 52. അദ്ദേഹത്തിന്റെ ഭാര്യ റൂമിലുണ്ട്. ഭാര്യയോ? അതെ, അവര് വൈകുന്നേരം വന്നതാ. നീ എന്തിനിവിടെ വന്നു? എന്തിനു വന്നെന്നോ? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ വിരട്ടാൻ വന്നൊന്നുമല്ല. പിന്നെ നിങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ എന്തൊക്കെയാ പറയുന്നത്? നല്ല ചോദ്യം. ഈ കണക്കിന് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ താണ്ട നിങ്ങളല്ലെന്ന് പറയുമല്ലോ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? എന്ത് വേണം? നിങ്ങൾ ആരാ? എന്റെ പേര് ശാന്തകുമാരി. ഞാൻ മാവേലിക്കരയിലുള്ളതാ. ഇവിടെ എന്തിനു വന്നു? എന്റെ ഭർത്താവാണ് മുറിയിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ എന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് തലമാറി പോന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണിയായ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എന്നെ അറിയ പോലുമില്ലെന്ന് പറയുന്നു. എന്താ മനുഷ്യന്റെ പേര്? സുരേഷ് ബാബു. വലിയ ഇൻസ്പെക്ടർ ആണത്രേ. അത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഈ മുറിയുടെ വാതിൽ കിടന്ന് ഞാൻ വിഷം കഴിച്ചു മരിക്കും. ആ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. സത്യമാണോ മോളെ നീ പറയുന്നത്? സുരേഷിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടോ? ഉണ്ടപ്പച്ചി. നീ അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ചേട്ടൻ അവളെ വഞ്ചിച്ച കഥ അവളിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തു. എന്റെ ഈശ്വര,
അപ്പച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോളെ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആ നിമിഷം എന്റെ അച്ഛൻ മരിക്കും. അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. മറ്റെന്ത് വഴിയുണ്ട് അപ്പച്ചി എനിക്ക് തിരഞ്ഞെടുക്കാൻ? അച്ഛന്റെ ആഗ്രഹം പോലെ മോള് ജയനെ വിവാഹം കഴിക്കണം. അപ്പച്ചി, മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പച്ചി പറയുന്നത്. സ്നേഹിച്ച പുരുഷൻ ചതിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നത് വിഡ്ഢിതമാണ് മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാൻ എന്തായി പറയുന്നേ? 25,000 രൂപ എന്നൊക്കെ പറയുന്നത് കളിയാ? മുതലാളി തരാമെന്ന് പറഞ്ഞല്ലേ? ആ, അത് ചിലപ്പോ പറഞ്ഞു കാണും. അല്ലെങ്കിൽ തന്നെ താൻ എന്തോ ചെയ്തു? എന്തോ ചെയ്തെന്നോ? ഇങ്ങനെ ചോദിച്ചാൽ ദൈവദോഷം ഉണ്ടാവും മുതലാളി. എന്റെ മകളുടെ കല്യാണത്തിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ മഹാഭാവം ചെയ്തത്. അതിന് 1000 രൂപ അപ്പൊ തന്നെ തന്നില്ലേ? അതൊക്കെ മതി. അപ്പൊ മുതലാളി എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എന്നെ ചതിച്ചാൽ ഞാനും ചതിക്കും, ഗുരുവായൂരപ്പനാണ് ചതിക്കും. താൻ എന്നെ എന്തോ ചതിക്കാനാടോ? ഓ, ആ വിവരം പുറത്തു പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞ തന്റെ ജോലിയും പോവും, താൻ ജയിലിലും ആവും. ആ ധൈര്യം വെച്ചുകൊണ്ടായിരിക്കും രൂപ തരില്ല എന്ന് പറയുന്നത്. പെൻഷനാകുന്നതിന് മുമ്പ് ജയിലിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ താൻ എന്റെ പാട്ടിന് പോ. ഞാൻ പോയേക്കാം, പക്ഷേ മുതലാളി ഞാൻ വെറുതെ വിടില്ല. താൻ എന്നെ എന്തോ പുറത്തോടോ? പുളുത്തുന്ന എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ ബാപ്പ് സാക്ഷിയാവും. മുതലാളി ഞാൻ പൂജപ്പുര ജയിലിൽ കയറ്റില്ലെങ്കിൽ എന്നെ ഉമ്പോ വിളിച്ചു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ മുതലാളി അവിടെ ഇല്ലെങ്കിൽ കാത്തുനിന്ന് കണ്ടിട്ടേ പോരൂ. കുറച്ച് രൂപയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. അടുത്ത മാസം എവിടെ കല്യാണമാ. ഓഹോ, വളരെ സന്തോഷം. പുള്ളിക്കാരന്റെ അനന്തരവൻ തന്നെയാ പയ്യൻ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അവന് ദുബായിൽ പോണം. അതിനുവേണ്ടി 25,000 രൂപ കൊടുത്താലേ കല്യാണം നടക്കൂ. ആ രൂപയ്ക്ക് വേണ്ടി പോയതായിരിക്കും. ഏതായാലും തിരിച്ചു വരുമ്പോ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറി വരെ ഒന്ന് വരാൻ പറയണം. മുതലാളിയല്ലേ? ഞാൻ സുഗതൻ. നമ്മുടെ തൊണ്ട് ഗോവിന്ദപിള്ള ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഓഹോ, സുഗത, അവനെ സൂക്ഷിക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്ക്. അയാൾ പോയതിനു ശേഷം എന്നെ വിളിച്ച് വിവരം പറയണം. എനിക്കിത് കിട്ടണ ഏമാനെ. നിരപരാധിയായ ഏമാനെ ഞാൻ കൊലയാളിയാക്കി. അതിനുള്ള ദൈവശിക്ഷയാണിത്. ഗോപകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാം. എല്ലാം ഞാൻ പറയാം ഏമാനെ. അന്ന് ഗോപകുമാറിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ രൂപ തന്നിട്ട് ഏമൻ പോയില്ലേ? ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഗംഗാരംവാളിയുടെ വീട്ടിലേക്ക് പോയി. ഒരു വെടിക്ക് 2 പക്ഷി എനിക്ക് വീഴ്ത്താമോ? മനസ്സിലായില്ല. അയ്യോ മുതലാളി, അത് മഹാഭാവമല്ലേ? പാപവും പുണ്യവും നോക്കിയാ ജീവിക്കാൻ പറ്റില്ല ഗോവിന്ദപിള്ളേ. താനിത് ചെയ്താൽ എന്റെ തല കൊയ്യാൻ ശ്രമിച്ചവനെ നമുക്ക് ഒതുക്കാം. ആ കൊലക്കുറ്റം തന്റെ എസ്ഐയുടെ മേൽ ചുമത്തി അവൻ അകത്താക്കുകയും ചെയ്യാം. എന്തു പറയുന്നു ഗോവിന്ദപിള്ളേ? തനിക്ക് തന്റെ മകളെ കെട്ടിക്കണ്ടേ? വേണം മുതലാളി. അതിന് 25,000 രൂപ ഞാൻ തരും. 25,000 രൂപയോ? തരുമോ മുതലാളി? എന്താ സംശയം? ഇതാ 1000 രൂപ. ബാക്കി കാര്യം നടത്തി കഴിഞ്ഞിട്ട്. ഉണ്ണുണ്ണി മുതലാളി, എടാ, ഇന്നും ഒരു ഈച്ചയെ കൊല്ലണം. ഏറ്റു. ഇവരെ ലോക്കപ്പിൽ കയറ്റി വിട്ടേച്ചാ മതി. ചെല്ലേ.